ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ബെർലിൻ, ജർമ്മനിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഏകദേശം ഒരു 7 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇത് ഒരു ഹോസ്റ്റലാണ്, A&O എന്നാണ് നെയിം. എക്സാക്ട് സിറ്റി സെൻറ്റർ തന്നെയാണ്. സോ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ ഭയങ്കര എളുപ്പമാണ്. സോ നമ്മൾ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ജസ്റ്റ് ഞാൻ റൂം ടൂർ പോലെ ജസ്റ്റ് എടുക്കണേണ്. എല്ലാവരും റൂം എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യണേ, നീറ്റാണോ എന്നൊക്കെ. എനിക്ക് ഈ റൂമിൻ്റെ ഏറ്റവും ഇഷ്ടമായത് തന്നെ ഇവിടെ 3 മിറർ ഉണ്ട് ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഒരു മിററിലൊക്കെ എല്ലാവരും കൂടി ഇടിപിടിച്ച് നിൽക്കണം, ഇത് 3 മിറർ ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് ജസ്റ്റ് ഡിന്നർ കഴിക്കാനാണ് ഇറങ്ങിയത്. നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ ഇന്ന ഫുഡ് സ്പോട്ടിലൊക്കെ കയറണമെന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ മന്തി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. റെസ്റ്റോറൻറ്റ് നെയിമാണ് മാൻഡി റെസ്റ്റോറൻറ്റ് എന്ന്. സോ അവിടെ നമ്മൾ മന്തിയാണ് കഴിച്ചത്. ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി മന്തിയായിരുന്നു, എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ചിക്കൻ മന്തി ആയിരുന്നു കഴിച്ചത്, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായി. സോ ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് നിൽക്കണേണ്. ചെക്കൗട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി സ്പോട്ടുകളൊക്കെ എല്ലാം കവർ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് നമ്മള് Seriously? സോ നമ്മൾ വെക്കേറ്റ് ചെയ്യണേണ്. വെക്കേറ്റ് ചെയ്ത് നമ്മൾ ബെർലിൻ കറങ്ങാൻ പോണേണ്. നല്ല ഐറ്റത്തേക്ക് മാത്രമാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്ത് വെച്ചത്. ഹലോ, പറ എന്താണ്? ഞങ്ങളിപ്പോ ഉള്ളത് ബെർലിനിലെ ഈസ്റ്റ് സൈഡ് ഗാലറിയിലാണ്. ഇവിടെ ക്യാമറമാൻ ദേവിനോടൊപ്പം. ശരിക്കുള്ള വ്ളോഗർ കുറച്ച് ബിസിയാണ്, ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഉണ്ട്. ഇതെന്തിനെ കുറിച്ചിട്ടാണ് ദേവി? ഇതില് ഹിസ്റ്ററിയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഹിസ്റ്ററിയാണ്. ഇവിടുത്തെ ആൾക്കാർ ഹിറ്റ്ലറിന്റെ അതിനെ മാളെന്തോ ഡിസ്ട്രോയ് ചെയ്തപ്പോൾ അതിന് ഇതായിട്ട് ഇനിയും പരിപാടി. ബാക്കി ഹിസ്റ്ററി അറിയില്ല. ഇതാണ് ചാനലിന്റെ ഉടമസ്ഥ. സീരിയസ് ഫോട്ടോഗ്രാഫി. ബെർലിൻ. പെട്ടെന്ന് എനിക്കൊന്ന് ഓടിയിട്ട് ഇങ്ങോട്ട് ഹായ് യൂട്യൂബർ. പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ വെസ്റ്റ് സൈഡ്, ഈസ്റ്റ് സൈഡ് ഗാലറി. ഇതാണ് നമ്മുടെ വെസ്റ്റ് സൈഡ്, ഈസ്റ്റ് സൈഡ്, ഈസ്റ്റ് സൈഡ് ഗേറ്റ് ഓഫ് ബെർലിൻ. ഗേറ്റാ വോളല്ലേ ഇത്? വോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. നല്ല രസമുണ്ട്. ഇതിലൊന്ന് വീഡിയോ മാത്രം എടുത്തേപ്പോ നേരെ എടുത്ത് എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ എന്നെ മാത്രം മതി. തുറന്നിട്ടില്ല അതൊന്നും. തുറന്നിട്ടുണ്ട് അവിടെ ആൾക്കാർ കയറണ്ടില്ല. ആക്ച്വലി റീൽ ഷൂട്ടിംഗ് ആണ് ഇവിടെ. അനുവിന്റെ റീൽ ഷൂട്ടിംഗ് കാണിച്ചാൽ ഗൈസ്. ഇത് കൊള്ളാം. സോ ഗായ്സ്, സോ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തി. നമ്മളിപ്പോൾ ബെർലിനിലാണ്, ജർമ്മനി. എന്താ പോയി കളഞ്ഞ? നമുക്ക് ഒന്നിച്ചെടുക്കാതൊക്കെ പറ്റുള്ളൂ, പോയി കളഞ്ഞേക്ക്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് ജാക്കറ്റൊക്കെ പൊങ്ങി നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റാണ്.
ഇവിടെ നല്ല കാറ്റാണ്, അടിപൊളി സൂപ്പർ വിൻഡാണ്. എന്തൊക്കെ പറയണം, നല്ല വിൻഡാണ്. എല്ലാവരും ഇവിടെ പിക്കും വീഡിയോസ് ഒക്കെ എടുക്കണേണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഈസ്റ്റ് സൈഡ് ഗാലറി അല്ലേ, ഈ സൈഡ് അല്ലേ? ഈസ്റ്റ് സൈഡ് ഗാലറി എന്നാണ് ഇവിടെ പറയണത്. ഇതിനാ കുറേ പിക്ചേഴ്സാണ് മൊത്തം വോൾ ആർട്ട് പോലെയൊക്കെ ചെയ്തേക്കണത്. സോ നമ്മൾ അവിടെയാണ് ആദ്യം തന്നെ വന്നത്. കൊള്ളാം, മാറ്റി. Berlin? Tell me. കുഴപ്പമില്ല. Everything is okay. മോമുന്റെ സിസ്റ്റർ ഒക്കെ ഇവിടെയാണ് മാരീഡ് ചെയ്ത് അവർ സെറ്റിലാണ് ഇവിടെ. പക്ഷെ നമ്മൾ എത്തിയപ്പോ ഒരു പോർച്ചുഗൽ പോളണ്ടിലേക്ക് പോയി. സാരല്ല, മോമ്പ് പറയാത്തോണ്ടാണ് അവര് പോയി കളഞ്ഞത്, ഇല്ലെങ്കിൽ അവരുണ്ടായാനെ അല്ലേ? സോ നെക്സ്റ്റ് വി റീച്ച്ഡ് അവർ സെക്കൻഡ് സ്പോട്ട്, ബെർലിൻ കാത്തീഡ്രൽ ആണ്. ഇതിനിപ്പോഴും പണിയൊക്കെ നടന്നിട്ടിരിക്കണേന്ന് തോന്നുന്നു. ബാക്കിൽ മേ ബി അവർ റിനോവേറ്റ് ചെയ്യണമായിരിക്കും. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് വെച്ചു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ബെർലിനിലെ, നീല എന്നാണ് പേര്. സോ അവിടെ നിന്ന് നമ്മൾ 2 ചായയും 2 ലസ്സിയൊക്കെയാണ് ഡ്രിങ്ക്സ് ആയിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ ലഞ്ചായിട്ട് നമ്മൾ കഴിച്ചത് പാൽ പൊറോട്ടയായിരുന്നു. പാൽ പൊറോട്ട ബീഫും ചിക്കനും, പിന്നെ ബിരിയാണി, ദം ബിരിയാണി ആയിരുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് മോമുവിൻ്റെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഫുഡൊക്കെ അത്ര അടിപൊളിയായിരുന്നു. സോ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തി. ബ്രാൻഡ്ബർഗ് ഗേറ്റ്, വൺ ഓഫ് ദ മെയിൻ സ്പോട്ടാണിത്. എല്ലാവരും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നും എടുത്തു. അപ്പോഴേക്കും നല്ല മഴക്കാര് കാര്യങ്ങളുണ്ടായി. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മഴ പെയ്തു തുടങ്ങി. സോ ഓടി ഒരു സ്ഥലത്ത്, എന്തോ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്, അവിടെ കയറി കുറച്ച് നേരം നിന്നു. പിന്നെ അത് കഴിഞ്ഞ് മഴ ഒന്ന് ഇതായപ്പോൾ നമ്മൾ നേരെ കാറിലേക്ക് കയറാനായിട്ട് പോയി. പിന്നെ എൻ്റെ കൈ ഇരിക്കണം ഈ ഫ്ലവർ. ഇതിന് പിന്നിലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. നമ്മൾ സ്കാമിൽ പെട്ടു കിട്ടിയ 2 ഫ്ലവറാണ്. പക്ഷേ ഞാനിപ്പോൾ അതവിടെ പറയണില്ല, അത് ലോങ് ആയി പോകും. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് പോയത്, അറിയാലോ, നമ്മുടെ ജർമ്മൻ സുന്ദരികൾ എന്ന് പറയുന്ന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി. മേ ബി എക്സ്പെഷ്യലി ഫോർ ബോയ്സ്, അവർക്ക് ഭയങ്കര ക്രൈസ് അല്ലേ ഇതിനോടൊക്കെ. സോ അതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇവരുടെയൊക്കെ ഇന്ന് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര നേരമാണെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നേച്ചത്. ഞാനും ദേവി ലാസ്റ്റ് മൊത്തം കണ്ടിട്ടും ഞങ്ങൾ ലാസ്റ്റ് അവിടെ പോയി ഇരുന്ന് മതിയായി നടന്ന്, അത്ര ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നടന്ന്. ഗായ്സ്, നമ്മളിപ്പോൾ ബെർലിനിലൊരു നമ്മുടെ വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. ലൈക്ക് മ്യൂസിയം അല്ല, ഇതിനെ പറയുന്നത് എന്തെന്ന് പേര് മറന്നുപോയി സത്യം പറഞ്ഞ. എന്തോ വിൻറ്റേജ് റെജറസിയും എന്തോ ബെർലിൻ, ഞാൻ പേരെന്തായാലും എഴുതി കാണിക്കാം. സോ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവരൊക്കെ പറയണത് ഇവർ ടിപ്പു സുൽത്താൻ അടിച്ചിട്ടുണ്ട് വന്ന്, ടിപ്പു സുൽത്താൻ ഇവർ പറയണത് ഹിറ്റ്ലർ അടിച്ചിട്ടുണ്ട് വന്ന കാറുകളാണെന്നാണ്. ഇതൊന്നും അല്ല, കുറച്ചും കൂടി ഭയങ്കര ഓൾഡായിട്ടുള്ളതല്ല. ഇത് 3 കാറ് പ്രാന്തന്മാരാണിത്. ഇതിന് ഈ ആൾക്ക് കാറിനെ പറ്റി എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാം. ഞങ്ങിവിടെ സെയിലിന് കൊടുത്താൽ ഓർക്കുന്നുണ്ടെന്ന് അല്ലേ മോമു? എന്താ ഇഷ്ടപ്പെട്ട ഇത് കണ്ടിട്ട്? എന്താ ഹെവൻ അന്നിവിടെ നിന്നോ നീ? വരില്ല മഴ കണ്ടപ്പോഴൊക്കെ ട്രേസ് എടുക്കുമ്പോ ആ ബൈക്കിന്റെ ലൈറ്റ് കത്തിയിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അത് മറ്റേ ഔട്ട് കൊടുത്തേക്കുന്നത്, കണക്ഷൻ കൊടുത്തേക്കുന്നത്
അപ്പോൾ കറണ്ട് ഇത് ബാറ്ററി ഇതിനകത്തൊന്നുമില്ല ഡയറക്റ്റ് ഡയറക്റ്റ് കറണ്ട് കൊടുത്തേക്കണം വയറ് പോയിക്കണോ ഇവിടെ കൂടി വയറ് പോയിക്കണം. അങ്ങനെ എല്ലാവരും ഓരോ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഏകദേശം 1.5 അവറൊക്കെ ആയി കാണും, ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സോ ഗായ്സ് ഫൈനലി നമ്മൾ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണേണ്. നമ്മൾ റിട്ടേൺ പോണേണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. സോ ഞാൻ എൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി ആഡ് ചെയ്യാം അവിടെ വെച്ചെടുത്തത്. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ഡേ വരാം. ഓക്കെ, സോ ടിൽ ദെൻ ബൈ.